ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നാട്ടിലുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ഡേ അന്ന് നൈറ്റൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. നമ്മൾ ട്രെയിനിൽ വന്നതും വന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് പറണ്ടോടേക്കാണ്. കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. കഴിഞ്ഞ വർഷം കസിൻ്റെ കല്യാണം കഴിഞ്ഞ് അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവളെ ഒന്ന് പോയി കാണാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള വീഡിയോ നമുക്ക് വഴിയെ കാണാം. ഇവിടെ വെച്ചിട്ടാണ് ഷാഖാന്റെ കല്യാണം, റിസപ്ഷൻ, കല്യാണം അങ്ങനെ. ഇതാണ് ഞങ്ങളുടെ പള്ളി, ജമാഅത്ത് ജുമാ മസ്ജിദ്. ജംഗ്ഷനിൽ നേരെ കാണുന്ന റോഡ് പോയാല് എവിടെ അല്ല അമ്പലത്തിൽ പോവാം. അല്ല, അതുവഴി കുറെ സ്ഥലത്ത് പോകണേ. സ്കൂളിലൊക്കെ പോകാം. പണ്ട് ഞാൻ പോയിട്ടുണ്ട് ഇതിലേ കൂടി. പക്ഷെ ആ ഗേറ്റിന്റെ പേര് ഏതോ ക്ഷേത്രം എന്നല്ലേ. അതുണ്ടാവും. ആകെ ഒരു 100 മീറ്റർ നടക്കാനുള്ളൂ. എങ്കിലും അവിടെ എത്തുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു തണുത്ത വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. അതെ കണ്ടു. അവിടെ നമുക്ക് പണ്ട് അതാ ഇതാണ് ഈ നീല ടാപ്പ് കണ്ടു. അവിടെ പണ്ട് വാപ്പ കടയുണ്ടായിരുന്നു. എന്നിട്ട് പണ്ട് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് ദോശയും വാങ്ങിയിട്ട് പോകുകയും സ്കൂളിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി. തട്ടുകട പോലെ ഉണ്ടായിരുന്നത്. എന്നോട് കാര്യം പറയുന്നേ, തട്ടുകട പോലെ ഉണ്ടായിരുന്നത്. വണ്ടി നിർത്തി നേരെ നമ്മൾ വന്നിട്ട് പോയത് പാർലറിലേക്കായിരുന്നു. പക്ഷെ അന്ന് അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് താഴെ തന്നെ ഫാർമസി ഉണ്ടായിരുന്നു. ഫാർമസി കയറിയത് ഫേസ് വാഷ്, കുറച്ച് ഫേസ് പാക്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നാം കുറച്ചും കൂടി നല്ലത് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഫാർമസി കയറിയത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു. പഴം ഞാൻ മടിക്കണ്ടല്ലോ അന്നേരം. ഹോർലിക്സ് അതൊക്കെ തന്നെയാണ്. പിന്നെ റൊട്ടിയും അങ്ങനത്തെ ഒക്കെ കൊണ്ടുകൊടുക്കും. ആ ബ്രെഡ് ഉണ്ടാവില്ലേ വാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഓട്ടോ വിളിച്ചു ഓളെ കാണാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കസിനെ കാണാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. ഓളറിയില്ല നമ്മൾ വരുന്നതൊന്നും. അപ്പോൾ പോവാം. മാമി അവിടെ നമ്മളെ കണ്ട്. ഇത് കുപ്പിയിലെ ഭൂതാ, കുപ്പിയിലെ ഇരുട്ടത്തിലിരിക്കുന്നത്. ലൈറ്റും ഇല്ല. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഓള് നിസ്കരിച്ച് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്യേ എന്റെ മംഗളത്തിന് എനിക്ക് ഇത്രയും നാണം ഇല്ലല്ലേ വരുന്ന. ചുമയൊന്നും കുറവില്ല. ഇത് ഇല്ല, ഇനി കട്ടി കുറയും. അല്ല, അങ്ങനെ വെച്ചാൽ ടൈറ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് തൊടുമ്പോ അമർത്താൻ പറ്റും. അതെ. അല്ലെങ്കിൽ പിന്നെ അത്രേ ഉണ്ടാവുള്ളൂ. വരുമ്പോ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അത്രേ ഉണ്ടാവും. പിന്നെ ചില കുട്ടി ഒരു 2 കിലോ 2.25 ആണെങ്കിൽ കുറച്ചും കൂടി കുറയുള്ളൂ. ആയിരുന്നു അത് ഓന്നൊരു ഇത് നിങ്ങളെവിടെ വീണെന്നെല്ലാം പറഞ്ഞേ. എന്നിട്ട് കാണിച്ചില്ലേ അന്ന് പൊട്ടി കൈ തന്നെ. അതാ അങ്ങനെ ഉമ്മച്ചിമാർ കുറേ നേരം വർത്താനം പറഞ്ഞു. ഉമ്മച്ചിമാർ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് വീണെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ബേക്ക് വശം. ആ ഒരു തെങ്ങ് കണ്ട, തെങ്ങിൻ്റെ അവിടെ പണ്ടൊരു കിണറായിരുന്നു. ആ കിണറൊക്കെ മൂടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി പോയി. അപ്പിക്ക് കൊഞ്ച് ഇഷ്ടല്ലേ? കഴിഞ്ഞില്ലേ? തിരിച്ച് നമ്മൾ വന്ന വീട്ടിലേക്ക് തന്നെ പോകാണ്. ഒരുപാട് അൺഫോർഗറ്റബിൾ. ചിക്കു വരുന്നുണ്ടാണ്. ചിക്കുവിന്റെ ബൈക്കാണോ ഞാൻ വീണെന്ന് പോണാ പോട്ടാ
ആ നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ചിത്രശലഭങ്ങൾ ഇങ്ങനെ തേൻ കുടിക്കുന്ന കണ്ട് നല്ല രസം. എവിടെ നേച്ചർ തിങ്സ്. ഈ കാണുന്നത് എൻ്റെ ഒരു മാമാരെ വീടാണ്. ഇവിടെ വെച്ചിട്ടാണ് കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഇവിടെ ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ രാത്രിയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. റബ്ബറുണ്ട് പൊട്ടി വീഴുന്നു. റബ്ബറിൻ്റെ കുരു ഇവിടെ ഇല്ല. ഈ കുരു കൊണ്ടുപോയിട്ട് വിൽക്കും പൊട്ടിച്ചിട്ട്. നമ്മൾ പണ്ട് ഇഷ്ടം പോലെ പെറുക്കിന്. ആ അതുപോലെ കണ്ട ഇവരെ വീട്ടിൻ്റെ അടുത്തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതെ മാമി നമ്മള് പോണേ എവിടെ നിങ്ങൾ മേലേല പോണേ. ഇതാണ് നമ്മളെ ക്രിസ്ത്യൻ നമ്മളെ നാട്ടിലത് നമ്മളെ ക്രിസ്ത്യൻ പള്ളി ലാസ്റ്റ് ഇനി അതായിരിക്കും. ഇത് പണ്ട് ഇവിടെ ഒരു ചെറിയൊരു റൂമായിരുന്നു. ഇപ്പോൾ പള്ളിയായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയൊരു റൂം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞായറാഴ്ച കുർബാനയൊക്കെ കാണാൻ പറ്റും. അതെ അടിപൊളിയാണ്. പള്ളിയിൽ അച്ഛനെയും കാണാം, എല്ലാവരും കാണാം. ഇവിടെ കത്തിക്കുന്ന മെഴുകുതിരിയൊക്കെ കത്തിച്ചേക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കത്തിക്കുന്നത് ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നുമില്ല, ആര് വേണേലും പോയി കത്തിക്കും. വിശ്വാസമുള്ളവർക്ക് കത്തിക്കാം. വിശ്വാസം റെസ്പെക്റ്റ് ഉള്ളവർക്ക് കത്തിക്കാം. ആ അതും പറയാം. ഇപ്പൊ രണ്ടും കൂടി ആ തോട്ടിനകത്തായിരിക്കും ഇപ്പൊ പോയിട്ട് വീട്. ആണെ ആടെ ഒരു കുഞ്ഞു തോടുണ്ടേ. തോട്ടി അല്ലെന്ന് അറിയണ്ട ഇപ്പൊ മാറിയാണോ? ഓ അവിടത്തെ ആ ഒച്ചയാണല്ലേ. ആ ഇവിടെയൊന്നും മഴയൊന്നും ഇല്ല ഗൈസ്. നാട്ടില് പെരുമഴയായിട്ട് വെളിയിൽ ഇറങ്ങാൻ വയ്യ. എങ്ങനെയോ നമ്മളിവിടെ എത്തിപ്പോയതാണ് പോരാട്ടത്തിനൊടുവിൽ. ശ്യാമാക്കാൻ ഒരു ബിസ്ക്കറ്റ് നമ്മളെ കയ്യിനകത്തായിപ്പോയി. അതിന് അതൊരു ബിസ്ക്കറ്റായിട്ട് കയ്യിലിരുന്നിട്ട് പോണ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എന്താ പോലെ അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും ഉണ്ടാകണ്ട ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കടയാണ് കേട്ടോ. ഇപ്പം അവിടെ മറ്റേ പാലിൻ്റെ സൊസൈറ്റി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.